നമുക്കിപ്പം വേദാഗ്നി അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി ഉണ്ട്. നോക്കൂ അരുൺ സുബ്രഹ്മണ്യം, പുല്ലുമേട്ടിലെ കാഴ്ചയാണിത്. എല്ലായിടങ്ങളിലും പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണെത്തുന്ന ഇടങ്ങളിലെല്ലാം അയ്യനെ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുമ്പോൾ തെളിയുന്ന പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് കാണുന്നതിനായിട്ടാണ് ഈ കാത്തിരിപ്പ്. യഥാർത്ഥത്തിൽ അവർ ഇരുന്ന് തളർന്ന് കിടന്നു പോവുകയാണെങ്കിലും അവർ പിന്നോട്ടില്ല, അവിടെ തുടരുകയാണ്. കാണുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. അതെല്ലാവരും തന്നെ അവിടെ ആ മകരജ്യോതി ദർശിക്കുവാനായിട്ട് വിവിധ സ്ഥലങ്ങളിലാണ് അയ്യപ്പ ഭക്തന്മാർ നിലയുറപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ വർഷങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് മലകളിൽ ഇത്തരത്തിൽ ജ്യോതി ദർശിക്കുവാനായിട്ട് നിരവധി ഭക്തരാണ് അവിടെ എല്ലാം എത്തിച്ചേരുന്നത്. അവരെല്ലാം തന്നെ ആ മകരജ്യോതി ദർശിക്കുക എന്നത് മാത്രമാണ്. വളരെ മനോഹരമായുള്ളൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ കുട്ടിയെ മാറോടണച്ചുകൊണ്ട് കിടക്കുന്ന ആ ഒരു പിതാവിനെ നമുക്ക് അവിടെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഈ തത്സമയ സംപ്രേഷണത്തിലെ ഏറ്റവും മികച്ച ഒരു ദൃശ്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നതും അതുതന്നെയാണെന്ന് തോന്നുന്നു. കാരണം ആ മകര ദർശനത്തിനായിട്ട്, ആ ജ്യോതി ദർശനത്തിനായിട്ട് എത്ര സഹിച്ചും ആ ഭക്തരങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്നതിൻ്റെ ഒരു മനോഹരമായ ദൃശ്യം തന്നെയാണത്. ഇത്തരത്തിൽ ആ ഭഗവാന്റെ 18 മലകളുമായി ബന്ധപ്പെട്ടാണ് 18 പടികളുടെ തത്വമുള്ളത്. ആ 18 മലകളിൽ നിരവധി മലകളിൽ ഈ ജ്യോതി ദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള നിരവധി മലകളിൽ നേരത്തെ തന്നെ ഭക്തർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളതായിട്ടും അവരെല്ലാം വിരികെട്ടി അവിടെയെല്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ താമസിക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം അയ്യപ്പനോടുള്ള ആ അകമഴിഞ്ഞിട്ടുള്ള ഭക്തി മാത്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അയ്യപ്പനോടുള്ള ഭക്തി എത്രമാത്രം അതിൻ്റെ പാരമ്യത്തിൽ അവരെല്ലാം തന്നെ സ്വയം സ്വാമിയായിട്ട് മാറുന്ന, അയ്യപ്പനായിട്ട് മാറുന്ന അവിടെ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിലൂടെ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്തിൻ്റെയും അവിടെ എല്ലാം തന്നെ എല്ലാവരും അയ്യപ്പനെ സ്മരിച്ചുകൊണ്ട് ആ ജ്യോതി ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. അവരെല്ലാവരും തന്നെ അയ്യപ്പനെ മനസ്സിൽ തന്നെയാണ്, അവരവരുടെ എല്ലാവരുടെയും മനസ്സിൽ അയ്യപ്പനുണ്ട് എന്നുള്ള ആ സ്വാമി തന്നെ ആയിക്കൊണ്ടാണ് അവരെല്ലാവരും അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരതിനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലെങ്കിൽ പോലും അവരെല്ലാം അതിനെയെല്ലാം ആ കാനനത്തിലെ ആ വളരെ പരിമിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് പോലും അവരതിനെ ദർശിക്കുവാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഇത്തരത്തിൽ സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമുക്ക് വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും കൂടുതൽ മികവോടെ ഓരോ ഇടങ്ങളിൽ നിന്നും കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളുടെ ഒരു സംഘമാണ്. ജിതിൻ്റെ നേതൃത്വത്തിൽ ആ സംഘം അവിടെ വളരെ സജീവമായി തന്നെ നിലയുറപ്പിക്കുന്നു. ഇത്രയും തിക്കും തിരക്കും ഉണ്ടാകുമ്പോഴും ഒരു ദൃശ്യം പോലും ദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് ശബരിമലയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് കിട്ടാതെ പോകരുത്. 18-ാം പടി അതാ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. 18-ാം പടി കയറി തിരുവാഭരണം മുകളിലേക്കെത്തി. ആ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന 6:30-ക്കാണ്. ആ ദീപാരാധനയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ശരംകുത്തിയിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി തിരുവാഭരണ ഘോഷയാത്ര ദേവസ്വം ബോർഡ് അധികൃതരുടെ ഒക്കെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും.